നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്ത്രീ ശാക്തീകരണ രംഗത്തെ ലോകോത്തര മാതൃകയാണ് കുടുംബശ്രീ എന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുമാണ് 2.0 പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും മന്ത്രി. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ 2.0 ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം അലനല്ലൂരിൽ. മന്ത്രി കെ തുളസിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഡിവൈഎഫ്ഐക്കാരനെ ഉൾപ്പെടുത്തിയെന്ന് ആരോപിച്ച സമൂഹ മാധ്യമങ്ങളിൽ യൂത്ത് കോൺഗ്രസ്കാരുടെ വിമർശനം. ഡിവൈഎഫ്ഐക്കാരെയോ CPM അനുഭാവികളെയോ ഡ്രൈവർ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും വിമർശകർ. പഠിച്ച സ്കൂളിലല്ല താൻ പഠിച്ചതെന്നും മന്ത്രി കെ തുളസി. പാർട്ടിയെ മറന്നുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ലെന്നും ഒന്നും ചെയ്യുകയില്ലെന്നും തൻ്റേത് കോൺഗ്രസ് കുടുംബമാണെന്നും മന്ത്രി. ഓരോ കുടുംബത്തിലെയും ചിരിയാണ് ലോകത്തെ പ്രകാശമാക്കുന്നതെന്ന് BMS സംസ്ഥാന പ്രസിഡന്റ് B. ശിവജി സുദർശനൻ. ഓസോൺ പാളിയിലെ തുള പ്രകൃതിയിൽ സൃഷ്ടിക്കുന്ന ഭീകരതയേക്കാൾ ഭയാനകമാണ് യുവാക്കളിലെ ലഹരി ഉപയോഗം, കുടുംബത്തിലുണ്ടാക്കുന്ന അസ്വസ്ഥതകളെന്നും സുദർശനൻ. വാർത്തകൾ വിശദമായി. സ്ത്രീ ശാക്തീകരണ രംഗത്തെ ലോകോത്തര മാതൃകയാണ് കുടുംബശ്രീ എന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുമാണ് ജീവനം 2.0 പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ജീവനം 2.0 ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം അലനല്ലൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്ത്രീ ശാക്തീകരണ രംഗത്തെ ലോകോത്തര മാതൃകയാണ് കുടുംബശ്രീ എന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ജീവനം 2.0 ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം അലനല്ലൂർ UB കൺവെൻഷൻ സെന്ററിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അപ്പൊ ഇങ്ങനെ അത് കൃഷിയുടെ തന്നെ ഒരു ഭാഗമാണ്. അപ്പൊ കുടുംബശ്രീയെ ആ മേഖലയിൽ ഒന്നുകൂടി ശക്തമായി രംഗത്ത് വരാനും ആ മേഖലയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ ഒരു പുതിയ പദ്ധതി. ഈ മൃഗസംരക്ഷണ മേഖലയിലുള്ള ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്താനാണ് ഇങ്ങനെ ജീവനം 2.0 എന്ന പേരിൽ കുടുംബശ്രീ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഭക്ഷ്യോൽപാദനത്തിന് ഉപകരിക്കുന്ന വളർത്തുമൃഗങ്ങൾ അട്ടപ്പാടി പോലെയുള്ള ഗ്രാമങ്ങളിൽ ഉൾപ്പെടെയുള്ളവരുടെ ഉപജീവന മാർഗമാണ്. അത്തരം മേഖലകളിൽ കൂടി കുടുംബശ്രീയെ ശാക്തീകരിക്കുന്നതിനും ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുമാണ് ജീവനം 2.0 പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. അലനല്ലൂർ CDS ലൈഫ് സ്റ്റോക്ക് ക്ലസ്റ്ററിലെ ഏറ്റവും പ്രായമേറിയ കർഷകരായ പ്രസന്നാമ്മയ്ക്ക് വിരമരുന്ന് നൽകി ഡീഫോമിംഗ് ക്യാമ്പയിൻ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ക്ലസ്റ്റർ പരിധിയിലുള്ള കർഷകർക്കുള്ള സൗജന്യ വിരമരുന്ന് വിതരണം, സംരംഭകർക്കായുള്ള ബാങ്ക് വായ്പാ മേള, കിസാൻ ക്രെഡിറ്റ് കാർഡ് ഡ്രൈവ് എന്നിവ പരിപാടിയുടെ ഭാഗമായി നടന്നു. ആനിമൽ ഹസ്ബൻഡറി പ്രൊഡ്യൂസർ ഗ്രൂപ്പുകൾക്കുള്ള ഫണ്ട് വിതരണം, തിരഞ്ഞെടുക്കപ്പെട്ട കർഷകർക്കുള്ള ആധുനിക കൃഷി മെഷീനറികളുടെ വിതരണം എന്നിങ്ങനെ മൃഗസംരക്ഷണ മേഖലയിലെ പുതിയ അറിവുകളും സേവനങ്ങളും എന്നിവയും ഒരുക്കിയിരുന്നു. മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലയിലെ പ്രമുഖ ബ്രാൻഡുകളെയും സേവനങ്ങളെയും ഉൾപ്പെടുത്തി മെഗാ എക്സ്പോയും സംഘടിപ്പിച്ചു. മിൽമ ഫീഡ്സ്, KS ഫീഡ്സ് എന്നിവയുടെ സ്റ്റാളുകളും ആധുനിക ഡയറി മെഷീനറികളുടെ പ്രദർശനവും കുടുംബശ്രീ സംരംഭങ്ങളുടെ തനതുൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന പ്രത്യേക സ്റ്റാളുകളും സജ്ജീകരിച്ചിരുന്നു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹബീബുള്ള അൻസാരി അധ്യക്ഷത വഹിച്ചു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M. നീതു ശങ്കർ മുഖ്യാതിഥിയായി. കുടുംബശ്രീ സംസ്ഥാന പ്രോഗ്രാം മാനേജർ മൃഗസംരക്ഷണ മേഖലയിലെ ഡോക്ടർ വന്ദന ശശിധരൻ പദ്ധതി വിശദീകരിച്ചു. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ചന്ദ്രൻ, തെങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. ഷീന, അലനല്ലൂർ ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ് ആലയൻ, അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മറിയ ആമ്പുക്കാട്, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത വിത്തിലോട്ടിൽ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ P. ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ KR ഗീത, മൃഗസംരക്ഷണ മേഖലാ ജില്ലാ പ്രോഗ്രാം മാനേജർ ഐശ്വര്യ ശ്രീനിവാസൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മന്ത്രി കെ തുളസിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഡിവൈഎഫ്ഐക്കാരനെ ഉൾപ്പെടുത്തിയെന്ന് ആരോപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ യൂത്ത് കോൺഗ്രസ്കാരുടെ വിമർശനം. എന്നാൽ ഡിവൈഎഫ്ഐക്കാരെയോ CPM അനുഭാവികളെയോ ഡ്രൈവറായി സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും വിമർശകർ പഠിച്ച സ്കൂളിലല്ല താൻ പഠിച്ചതെന്നും മന്ത്രി പ്രതികരിച്ചു. പാർട്ടിയെ മറന്നുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ലെന്നും ഒന്നും ചെയ്യില്ലെന്നും തൻ്റേത് കോൺഗ്രസ് കുടുംബമാണെന്നും മന്ത്രി പറഞ്ഞു. കോങ്ങാട് MLA ഓഫീസ് ഉദ്ഘാടന വേളയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുണ്ടൂർ സ്വദേശി നിതിനെ മന്ത്രിയുടെ ഡ്രൈവറാക്കി നിയമിച്ചതിനെതിരെയാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രചരണം യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ നടത്തിയത്. കോൺഗ്രസിനെ സംരക്ഷിക്കാൻ സമരം ചെയ്ത് ചോരയൊലിപ്പിച്ചവർ
കേസുകൾ എണ്ണി വീട്ടിലിരിക്കുന്നുണ്ടെന്നാണ് പോസ്റ്റിലെ പരാമർശം. പാർട്ടിയും പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയവരെയും മറന്നാൽ മന്ത്രിയെ വഴിയിൽ തടയുമെന്നും മന്ത്രിക്കെതിരായ പോസ്റ്റിലുണ്ട്. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സതീഷ് തിരുവാരത്തിലിട്ട പോസ്റ്റ് മറ്റു പലരും ഏറ്റുപിടിച്ചതാണ് സംഭവം കൂടുതൽ വിവാദങ്ങളിലേക്ക് കടന്നത്. മുണ്ടൂർ കുമ്മാട്ടിക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലാനും കൈയൊടിക്കാനും വധഭീഷണി മുഴക്കാനും നിന്നയാളാണ് നിതിൻ എന്ന് പറയുന്ന പോസ്റ്റിൽ നിതിൻ ഡിവൈഎഫ്ഐ നേതാക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങളും പങ്കുവച്ചിരിക്കുന്നു. ഇത്തരം വിമർശനങ്ങൾക്കെതിരെയാണ് കോങ്ങാട് MLA ഓഫീസ് ഉദ്ഘാടന വേളയിൽ മന്ത്രി KA തുളസി രംഗത്ത് വന്നത്. പാർട്ടിയെ മറന്നുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ലെന്നും ഒന്നും ചെയ്യില്ലെന്നും തന്റേത് കോൺഗ്രസ് കുടുംബമാണെന്നും പറഞ്ഞ മന്ത്രി സോഡാ കുപ്പി കൊണ്ട് CPMന്റെ കൊടും ക്രൂരതയ്ക്ക് ഇരയായ വ്യക്തിയാണ് തന്റെ ജീവിത പങ്കാളിയെന്നും പ്രതികരിച്ചു. തന്റെ പേഴ്സണൽ സ്റ്റാഫിൽ DYFIക്കാരോ CPM അനുഭാവികളോ ഉള്ളതായി തെളിയിച്ചാൽ അവരെ മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. വ്യാപകമായി സോഷ്യൽ മീഡിയയിലൂടെ എനിക്കെതിരെ ഒരു വ്യാപകമായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരു DYFIയുടെ നേതാവിനെ വെച്ചു എന്നൊക്കെ തരത്തിലുള്ള ഫോട്ടോ അടക്കം എന്റെയും MPയുടെയും ഒക്കെ ഫോട്ടോ അടക്കം വെച്ചുകൊണ്ടുള്ള ഒരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ MLA ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം തന്നെ ഇത്തരത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രചരണം വന്നു എന്നുള്ളതിൽ പലരും എന്നോട് സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി. എനിക്കും ആ സംശയമുണ്ട്. എങ്കിലും ഞാൻ അങ്ങനെ പറയുന്നില്ല, പരസ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരുപാട് വർഷക്കാലം പാലക്കാടിന്റെ പ്രിയങ്കരനായിട്ടുള്ള MPയുടെ ഡ്രൈവറായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി, അതുപോലെ തന്നെ മുൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഡ്രൈവറായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി ഇപ്പോൾ മന്ത്രിയുടെ ഡ്രൈവറായപ്പോൾ എങ്ങനെയാണ് അയാൾ DYFIക്കാരനായിട്ട് മാറിയത്, പെട്ടെന്ന് കൊടുങ്ങനെ മാറിയത് എന്ന് എനിക്കറിയില്ല. അപ്പോ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചപ്പോ അയാൾ നല്ലവനായിരുന്നു. അതുപോലെ MPയുടെ ഡ്രൈവറായിട്ട് പ്രവർത്തിച്ചപ്പോഴും അദ്ദേഹം നല്ലവനായിരുന്നു. ഈ മന്ത്രിയുടെ ഡ്രൈവറായിട്ട് വന്നപ്പോൾ എങ്ങനെ പാർട്ടി മാറിപ്പോയി എന്നുള്ള ആ അതിശയകരമായിട്ടുള്ള മാറ്റം മനസ്സിലാക്കാൻ സത്യത്തിൽ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാനും ആ അതിശയത്തിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇനി ആ വ്യക്തിയുടെ കുടുംബം ഒരു കോൺഗ്രസ് കുടുംബമാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തന്നെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ DCC കൈപ്പത്തി ചിഹ്നം കൊടുത്ത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ ഈ എന്റെ ഡ്രൈവറായപ്പോ ഇദ്ദേഹം മാത്രം എങ്ങനെ DYFI ആയി എന്ന് എനിക്കറിയില്ല. മുണ്ടൂർ കുമ്മാട്ടി ഉത്സവം നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവിടെ പന്തലൊക്കെ കെട്ടിക്കൊടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അതേസമയം DJ പാർട്ടി നയിക്കുന്നത് പലപ്പോഴും DYFI ആണ്. അവരുടെ DJ പാർട്ടിയിൽ പോയി ആർക്ക് വേണമെങ്കിലും നൃത്തം ചെയ്യാം. അത് ഇന്ന പാർട്ടിയെന്നോ ഇന്ന വ്യക്തിയെന്നോ ഇല്ല. ആർക്കും, സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ചെറുപ്പക്കാർക്കും ഒക്കെ നൃത്തം ചെയ്യാം. അങ്ങനെ നൃത്തം ചെയ്യുന്ന ഒരു വീഡിയോയിൽ നിന്ന് ആ ചെറുപ്പക്കാരന്റെ മുഖം അടിച്ചു മാറ്റി അത് കാടിറക്കി എനിക്കെതിരെ കളിച്ച ആളുകൾക്കെതിരെ, കളിപ്പിച്ച ആളുകൾക്കെതിരെ ഒന്നും ഒരു കമന്റും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓരോ കുടുംബത്തിലെയും ചിരിയാണ് ലോകത്തെ പ്രകാശമയമാക്കുന്നതെന്ന് BMS സംസ്ഥാന പ്രസിഡന്റ് B. ശിവജി സുദർശനൻ പറഞ്ഞു. ഓസോൺ പാളിയിലെ തുള പ്രകൃതിയിൽ സൃഷ്ടിക്കുന്ന ഭീകരതയേക്കാൾ ഭയാനകമാണ് യുവാക്കളിലെ ലഹരി ഉപയോഗം കുടുംബത്തിലുണ്ടാക്കുന്ന അസ്വസ്ഥതകളെന്നും അദ്ദേഹം പറഞ്ഞു. BMS സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടുംബങ്ങളിൽ നിന്നുയരുന്ന ചിരികളാണ് ലോകത്തെ പ്രകാശമയമാക്കുന്നതെന്നും എന്നാൽ നിർഭാഗ്യവശാൽ ഒരുമിച്ചിരിക്കാനോ പരസ്പരം സന്തോഷം പങ്കുവയ്ക്കാനോ സാധിക്കാത്ത രീതിയിൽ കുടുംബാന്തരീക്ഷം മലിനപ്പെട്ടിരിക്കുന്നുവെന്നും BMS സംസ്ഥാന പ്രസിഡന്റ് B. ശിവജി സുദർശൻ പറഞ്ഞു. ഓസോൺ പാളിയിലെ തുള പ്രകൃതിയിൽ സൃഷ്ടിക്കുന്ന ഭീകരതയേക്കാൾ ഭയാനകമാണ് യുവാക്കളിലെ ലഹരി ഉപയോഗം, കുടുംബത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BMS സ്ഥാപന ദിനത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ കുടുംബസംഗമം BMS ജില്ലാ ഓഫീസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘപ്രവർത്തകർ, ഇതാണ് ഇന്നത്തെ നമ്മുടെ ഈ നാടിന്റെ ഏറ്റവും പരമപവിത്രമായ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരാണ്. ജില്ലാ വൈസ് പ്രസിഡന്റ് A. ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ ഉന്നത വിജയം നേടിയ കമ്മിറ്റി അംഗങ്ങളുടെ മക്കളെ ആദരിക്കുകയും കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. K. രാജേഷ്, V. ശരത്, K. രാജേശ്വരി, K. സുധാകരൻ, S. രാജേന്ദ്രൻ, P. K. രവീന്ദ്രനാഥ്, P. K. ബൈജു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓപ്പറേഷൻ ഹൈഡൌട്ട് സംസ്ഥാന വ്യാപകമായി ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് എക്സൈസിന്റെ മിന്നൽ പരിശോധന 93 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് ഇടപാടുകളും പാക്കിങ്ങും നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തിൽ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ സ്ഥലങ്ങളിൽ ആയിരുന്നു പരിശോധന.
സംസ്ഥാനത്ത് ലഹരി ശൃംഖലകൾക്കെതിരെ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ഹൈഡ് ഔട്ട് എന്ന പേരിലായിരുന്നു പരിശോധന. അർദ്ധരാത്രി വരെ സംസ്ഥാന വ്യാപകമായി ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു. ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് ഇടപാടുകളും പാക്കിംഗും നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ സ്ഥലങ്ങളിലായിരുന്നു പരിശോധന. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമായി 179ഓളം ലോഡ്ജുകളാണ് പരിശോധിച്ചത്. പരിശോധനയിൽ 14 മയക്കുമരുന്ന് കേസുകളും 79 കോട്ട്പ കേസുകളും ഉൾപ്പെടെ ആകെ 93 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 3.2 ഗ്രാം മെത്താഫിറ്റിനും 122 ഗ്രാം കഞ്ചാവും 126 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെടുത്തു. ഓരോ ജില്ലയിലും എക്സൈസ് ഇൻസ്പെക്ടർമാരുടെയും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർമാരുടെയും നേതൃത്വത്തിൽ 5 സംഘങ്ങളായി തിരിഞ്ഞാണ് പരിശോധന നടത്തിയത്. എക്സൈസ് കമ്മീഷന്റെ സീറം സാംബശിവറാവു IASന്റെ നിർദ്ദേശപ്രകാരം നടന്ന പരിശോധനയ്ക്ക് ഇന്റലിജൻസ് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ റോബർട്ട് വി, സോണൽ ജോയിന്റ് എക്സൈസ് കമ്മീഷണർമാരായ R. ഗോപകുമാർ, M. സുഗുണൻ, ഇന്റലിജൻസ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറായ M. രാഗേഷ്, ശരത് ബാബു, H. നൂറുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. ഈ പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ വ്യാപകമായ പരിശോധനകൾ നടത്തുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്താണെങ്കിലും ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട എക്സൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ ശക്തിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ആയതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലും ഓപ്പറേഷൻ തണ്ടറിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിയായ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ KSRTC തുടങ്ങിയ ഹോട്ട്സ്പോട്ട് കേന്ദ്രീകരിച്ചിട്ടുള്ള നിരീക്ഷണങ്ങളിൽ തമ്പാനൂർ KSRTCക്ക് സമീപത്ത് നിന്നും മോട്ടോർ സൈക്കിളിൽ MDMA കടത്തിയ അർജുൻ, ആദിഷ് എന്ന 2 ചെറുപ്പക്കാരെ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് CI അരുൺ അശോകിൻ്റെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ കണ്ടെടുക്കുകയും അവരെ അറസ്റ്റ് ചെയ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ നഗരത്തിൽ മോഷണം. പ്രസ് ക്ലബ്ബ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന തുണിക്കടയിലാണ് മോഷണം നടന്നത്. ഷട്ടർ പൊളിച്ച് മേശവലിപ്പിലെ 1000 രൂപ കവർന്നു. ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് അന്വേഷണം. കവളപ്പാറ ആര്യങ്കാവിലമ്മയ്ക്ക് പുതിയ കൊടിമരം ഒരുങ്ങുന്നു. എറുപ്പെ ശിവക്ഷേത്രത്തിന് സമീപത്തു നിന്ന് നീങ്ങിയ കൊടിമര ഘോഷയാത്ര പിന്നീട് ആര്യങ്കാവിൽ സമാപിച്ചു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെയും ഊരാളന്മാരുടെയും നിരവധി ഭക്തജനങ്ങളുടെയും നേതൃത്വത്തിലായിരുന്നു ഘോഷയാത്ര സംഘടിപ്പിച്ചത്. ചരിത്രപ്രസിദ്ധമായ ആര്യങ്കാവ് ക്ഷേത്രത്തിലാണ് പുതിയ കൊടിമരം ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ഞായറാഴ്ച നടന്നു. പുതിയ കൊടിമരത്തിനായുള്ള തേക്കുമരം കാരക്കാട് ചിറ്റടിയത്ത് മന വളപ്പിൽ നിന്നാണ് മുറിച്ചെടുത്തത്. ഇതിനു മുന്നോടിയായി ക്ഷേത്രം തന്ത്രിയുടെയും ആചാര്യന്മാരുടെയും നേതൃത്വത്തിൽ പൂജാതി കർമ്മങ്ങളും നടന്നിരുന്നു. മുറിച്ചതേക്ക് 2 ക്രെയിനുകളുടെ സഹായത്തോടെ വാഹനത്തിൽ കയറ്റിയ ശേഷം വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് കാരക്കാട് നിന്നും നീങ്ങിയത്. പിന്നീട് എറുപ്പെ ശിവക്ഷേത്രത്തിന് സമീപത്തെത്തിയ ശേഷം കൊടിമര ഘോഷയാത്രയും നടന്നിരുന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെയും ക്ഷേത്രം ഊരാളന്മാരുടെയും കോമരത്തിന്റെയും തട്ടകത്തിലെ നിരവധി ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു കൊടിമര ഘോഷയാത്ര. വാദ്യമേളങ്ങളോടുകൂടി നീങ്ങിയ കൊടിമര ഘോഷയാത്ര ഒടുവിൽ ആര്യങ്കാവ് ക്ഷേത്രത്തിലെത്തി സമാപിക്കുകയായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അക്ഷയ സംരംഭകരുടെ കൂട്ടായ്മയായ ഫേസ് അക്ഷയ സെന്റർ എന്റർപ്രനേഴ്സ് ജില്ലാതല കൺവെൻഷനും സംരംഭകർക്ക് പരിശീലനവും സംഘടിപ്പിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA വിനീത ഉദ്ഘാടനം ചെയ്തു. എന്നിരുന്നാൽ അവർ വീട്ടിൽ നമ്മൾ കിടപ്പിലായ രോഗികൾക്ക് നമ്മൾ വീട്ടിൽ പോയി മസ്റ്ററിംഗ് ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പഞ്ചായത്തുകൾ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മങ്കര ഗ്രാമപഞ്ചായത്ത് ഈ വീട്ടിൽ കിടപ്പിലായ രോഗികൾക്ക് അവരുടെ വാർഡ് തരത്തിലുള്ള ലിസ്റ്റ് നമ്മൾ കൊടുക്കാറുണ്ട്. അവർ വീട്ടിൽ പോയി മസ്റ്ററിംഗ് ചെയ്തു കൊടുത്ത് അങ്ങനെ ഒരു പ്രവൃത്തി നല്ല പുണ്യകർമ്മമായിട്ട് തന്നെയാണ് ആ പ്രവൃത്തി നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സംവിധാനം പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ ഇനിയും ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ
അവരെ അറിയിച്ച് ആ മസ്റ്ററിംഗ് നടത്തുന്നതിനുള്ള സംവിധാനത്തിലേക്കും ഞങ്ങൾ ഈ ഭരണസമിതി ഒപ്പം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഫെയ്സ് ജില്ലാ പ്രസിഡന്റ് ഷമീർ വണ്ടാഴി അധ്യക്ഷത വഹിച്ചു. ഫെയ്സ് സ്റ്റേറ്റ് പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. മങ്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജീവ്, ഫെയ്സ് സംസ്ഥാന സെക്രട്ടറി സദാനന്ദൻ, ഫെയ്സ് സംസ്ഥാന ട്രഷറർ നിഷാന്ത്, സംസ്ഥാന ജേതാക്കളായ അബ്ദുൾ നാസർ, ബിജു കോഴിക്കോട്, പ്രദീപ് മംഗലത്ത് പട്ടാമ്പി, ഫെയ്മസ് പാലക്കാട് ജില്ലാ നിരീക്ഷകൻ, ഫെയ്സ് പാലക്കാട് ജില്ലാ നിരീക്ഷകൻ സജീവ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. CSE ഡിസ്ട്രിക്ട് മാനേജർ ഖാലിദ് മൂസിൻ, PSCE പ്രോജക്റ്റുകളെക്കുറിച്ച് നെക്സ കല്ലേക്കാട്, മാരുതി ഡീലേഴ്സ്, ഫെയ്സ് IB LLP, അക്ഷയ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്നീ പ്രോജക്റ്റുകളെക്കുറിച്ച് ക്ലാസ് എടുത്തു. ഓരോ അക്ഷയ സംരംഭകനും ഓരോ നാടിന്റെയും നന്മ നിറഞ്ഞ മുഖങ്ങളാണെന്ന് ഉദ്ഘാടന വേളയിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പരാമർശിച്ചു. തുടർന്ന് അക്ഷയ സംരംഭകർക്ക് അക്ഷയ സംരംഭകനായ അബ്ബാസ് ടിപ്സ് ആൻഡ് ടിപ്സ് പരിശീലനം നൽകി. കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി അബ്ബാസ് സ്വാഗതവും ട്രഷറർ അർച്ചന നന്ദിയും പ്രകാശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ ചുടുവാൽത്തൂർ ശിവക്ഷേത്രത്തിൽ നടത്തിവന്നിരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഞായറാഴ്ച സമാപിച്ചു. ജൂലൈ 5 തുടങ്ങിയ യജ്ഞമാണ് 12 ഞായറാഴ്ച സമാപനമായത്. നിരവധി ഭക്തർ സമാപന ചടങ്ങിൽ പങ്കെടുത്തു. ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിൽ നടത്തിവന്നിരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനാണ് ഞായറാഴ്ച ഉച്ചയോടുകൂടി സമാപനമായത്. സംപൂജ്യ സ്വാമി കൃഷ്ണാത്മാനന്ദ സരസ്വതി യജ്ഞാചാര്യനായിരുന്നു. യുദ്ധോപദേശം, സ്വർഗാരോഹണം, കൽക്കി അവതാരം, ബ്രഹ്മോപദേശം, കലികാലവർണ്ണനം തുടങ്ങിയവയിൽ പാരായണങ്ങൾ നടന്നു. ഭഗവാൻ നേരിട്ട് പൂതന മുതൽക്ക് കംസൻ വരെയുള്ളതായിട്ടുള്ള എത്രയോ അസുരന്മാരെ ദുഷ്ടന്മാരെ ഉന്മൂലനം ചെയ്തു. അങ്ങനെ ഭൂമിഭാരം മുക്കാലും കഴിഞ്ഞു. പക്ഷേ ഭഗവാൻ തിരിച്ചു പോകാൻ ഒന്ന് ആലോചിക്കുകയാണ്. എന്താണ്? താൻ ഇപ്പൊ പോയാൽ ശരിയാവില്ല. തന്റെ കൂടെ വന്ന ദേവാംശജാതന്മാരായ യാദവന്മാര് ഇവിടെ ഭാഗവത സംഗ്രഹം, ക്ഷേത്ര പ്രദക്ഷിണം, യജ്ഞസമർപ്പണം, മംഗളാരതി, ആചാര്യ ദക്ഷിണ, യജ്ഞപ്രസാദ വിതരണം എന്നിവയും നടന്നു. ബ്രഹ്മശ്രീ പുരളിപ്പുറം നീലകണ്ഠൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ കാപ്പറമനക്കൽ പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരായിരുന്നു. നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. സമാപനത്തിൽ അന്നദാനവും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് മഞ്ചേരി ഐക്കര വീട്ടിൽ നാരായണൻ നിര്യാതനായി. 98 വയസ്സായിരുന്നു. AKGയോടൊപ്പം പട്നി ജാഥ നയിച്ച് ജീവിച്ചിരുന്ന അവസാനത്തെ ആളായിരുന്നു. ഒറ്റപ്പാലത്തെ പ്രമുഖ ആധാരം എഴുത്തുകാരൻ കൂടിയായിരുന്നു. വാണിയംകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. CPIM മഞ്ചേരി സെന്റർ സെക്കൻഡ് ബ്രാഞ്ച് അംഗമായിരുന്നു. ഭാര്യ പരേതയായ കല്യാണിക്കുട്ടിയമ്മ, മക്കൾ ജ്യോതി, ജിഷ, മരുമക്കൾ വേണുഗോപാലൻ, പ്രശാന്ത്. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്ത്രീ ശാക്തീകരണ രംഗത്തെ ലോകോത്തര മാതൃകയാണ് കുടുംബശ്രീ എന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പങ്കാളി ഉറപ്പുവരുത്തുന്നതിനുമാണ് 2.0 പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും മന്ത്രി. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ 2.0 ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം അലനല്ലൂരിൽ. മന്ത്രി K. തുളസിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഡിവൈഎഫ്ഐക്കാരനെ ഉൾപ്പെടുത്തിയെന്ന് ആരോപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ യൂത്ത് കോൺഗ്രസ്കാരുടെ വിമർശനം. ഡിവൈഎഫ്ഐക്കാരെയോ CPM അനുഭാവികളെയോ ഡ്രൈവർ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും വിമർശകർ. പഠിച്ച സ്കൂളിലല്ല താൻ പഠിച്ചതെന്നും മന്ത്രി K. തുളസി. പാർട്ടിയെ മറന്നുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ലെന്നും ഒന്നും ചെയ്യുകയില്ലെന്നും തൻ്റേത് കോൺഗ്രസ് കുടുംബമാണെന്നും മന്ത്രി. ഓരോ കുടുംബത്തിലെയും ചിരിയാണ് ലോകത്തെ പ്രകാശമാക്കുന്നതെന്ന് BMS സംസ്ഥാന പ്രസിഡന്റ് B. ശിവജി സുദർശനൻ. ഓസോൺ പാളിയിലെ തുള പ്രകൃതിയിൽ സൃഷ്ടിക്കുന്ന ഭീകരതയേക്കാൾ ഭയാനകമാണ് യുവാക്കളിലെ ലഹരി ഉപയോഗം, കുടുംബത്തിലുണ്ടാക്കുന്ന അസ്വസ്ഥതകളെന്നും സുദർശനൻ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.